ഹായ്, ഞാൻ അനുദീപ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ റാങ്ക് അടിക്കണമെങ്കിൽ ഈ ടോപ്പിക്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടായി മാറേണ്ടിയിരിക്കുന്നു. കാര്യം പുതിയൊരു ടോപ്പിക്കാണിത്. മറ്റുള്ളവർ ഈ ടോപ്പിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഒരു മുൻകൈ കിട്ടുകയാണെങ്കിൽ ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് എത്താൻ സാധിക്കും. ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ സിലബസിൽ ഏറ്റവും ലളിതമായ ടോപ്പിക്സിലൊന്നും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പക്ഷെ പഠിക്കേണ്ട പോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് അത്തരത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. മാനേജ്മെന്റിന്റെ ബേസിക്സ് ആയ കാര്യങ്ങളൊക്കെ സന്ദീപ് സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. വർഷങ്ങളായി മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക്ക് പഠിച്ചും പഠിപ്പിച്ചും എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകനാണ്. ഒരു കൊച്ചു കുട്ടിക്ക് കാര്യം പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഏറ്റവും ബേസിക് ലെവലോട്ട് പഠിപ്പിക്കും. ബിക്കോസ് ഇതൊരു പുതിയ ടോപ്പിക്കാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക്, ഈവൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. പണ്ട് ബികോമും BBA ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു സുവർണാവസരമാണ്. കാര്യം അവർക്ക് ഇത് കുറച്ചും കൂടെ ലളിതമായിരിക്കും ഈ ഒരു ടോപ്പിക്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഈ നോട്ട്സ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കുക. നമ്മുടെ എൻറ്റയർ കോഴ്സ് വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആഴത്തിലുള്ള ക്ലാസ്സുകൾ, അവൈലബിൾ ആയ ബുക്ക് മെറ്റീരിയൽസും റിസർച്ച് പേപ്പേഴ്സും എല്ലാം അരച്ച് കലക്കി നിങ്ങളെ പഠിപ്പിക്കും. കഴിഞ്ഞ LSGS സെക്രട്ടറി പരീക്ഷയ്ക്കും ഞങ്ങൾ ചെയ്ത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിന് ശേഷം ധാരാളം ചോദ്യങ്ങൾ, റാങ്കിൽ മുന്നിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിച്ചത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ എവിഡൻസ് കിട്ടും. സോ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുക. ബിക്കോസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വെറും ഒരു സബ്ജക്റ്റ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈഫ് സ്കിൽ കൂടെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എൻഗേജിംഗ് ആയി പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത്. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു അനുദീപ് ബ്ലോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്ദീപ് ഹരി. മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. സോ നിങ്ങൾ പല ടെൻഷനും മനസ്സിൽ വെച്ചേക്കായിരിക്കും, ഇതെങ്ങനെ പഠിക്കണം, ഈ മാനേജ്മെൻറ്റ് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ള അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള എല്ലാ കൺഫ്യൂഷൻസും എടുത്ത് മാറ്റുക. കാരണം ഏതൊരു കുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അനുദീപ് ബ്ലോഗ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ മാനേജ്മെൻറ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മാനേജ്മെൻറ്റ് പഠനം കുറച്ചും കൂടെ ഈസി ആക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്കില്ലാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫോക്കസും മനസ്സിലാകുന്ന രീതിയിൽ, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് തരുന്നത്. സോ അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് പഠിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് കുറച്ച് പുതിയതായതുകൊണ്ട് നിങ്ങൾക്ക് ചില ടേംസ് ഒക്കെ മനസ്സിലാകാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ടിപ്സിലൂടെ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറും. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ചില ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും മാനേജ്മെൻറ്റിൽ, അത് നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം എഴുതി വയ്ക്കുക. എങ്കിൽ നിങ്ങളുടെ പഠനം കുറച്ചും കൂടെ എളുപ്പമാവും. സോ ഈ ടിപ്സൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ഓൾ ടു അനുദീപ് ബ്ലോഗ്സ് ഓൺ മാനേജ്മെൻറ്റ്, ഫസ്റ്റ് ലെസൺ ഓൺ മാനേജ്മെൻറ്റ്. സോ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് എക്സിറ്റ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നിത്യജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് അത്, എങ്ങനെയാണ്? എവരി വൺ ആക്ട് ആസ് എ മാനേജർ ടു സം എക്സ്റ്റെൻഡ് ഇൻ ഡെയിലി ലൈഫ് ബൈ ഓർഗനൈസിങ് സിറ്റുവേഷൻസ് ടു അച്ചീവ് ഗോൾസ്. അതായത് നിങ്ങൾ ഡെയിലി ലൈഫിൽ ചില കാര്യങ്ങൾ നേടാനായിരിക്കുമല്ലോ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ആ കാര്യങ്ങൾ ആദ്യം ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ
നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീരുമാനിക്കും. ഇപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് രാവിലെ തന്നെ എത്തണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എത്തുക, ജോലി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അന്നത്തെ ആ ഒരു ദിവസത്തെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഏതോ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലോ നിങ്ങൾ യാത്ര ചെയ്ത് ഓഫീസിലെത്തുന്നു, ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ഒരു ആവശ്യമാണ് ജോലിക്ക് എത്തുക എന്നുള്ളത്. സോ അതിനായിട്ട് നിങ്ങൾ ആ ജോലിക്ക് ഓഫീസിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം ചെയ്യാനായി, ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ എണീറ്റു, തയ്യാറായി, ഭക്ഷണം കഴിച്ചു, പുതിയ ഉടുപ്പിട്ടു. സോ ഇതൊക്കെ ആ ബസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ, വാഹനത്തിൽ യാത്ര ചെയ്തു. ഇതെല്ലാം നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടത്തിയ കുറച്ച് കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഈ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലും നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളിൽ മാനേജ്മെൻ്റ് ഉണ്ടെന്ന് പറയാം. സോ വി മാനേജ് അവർ ടൈം, ഫാമിലി, സർവൈവൽ എക്സെട്ര. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. വി ടേക്ക് ഡിസിഷൻസ് വിത്ത് അവർ ഓൺ എക്സ്പീരിയൻസ്, മോസ്റ്റ്ലി ഇൻ അവർ ഓൺ കേസസ്. അതായത് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതലും നമ്മുടെ ഡിസിഷൻസ് ആയിരിക്കും, നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ കാര്യങ്ങളിൽ ചില ഡിസിഷൻസ് എടുക്കുക. സോ അത് തെറ്റാവാനും സാധ്യതയുണ്ട്, ചിലത് റോങ് ആവാനും സാധ്യതയുണ്ട്. ഈ ഒരു പരീക്ഷ ജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ്സ്, അറിവുകൾ, അതാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത് വരെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിന് വരുന്നു, ക്ലാസ് കേൾക്കുന്നു, ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അപ്പോൾ അത് പരീക്ഷയ്ക്ക് എഴുതുന്നു. സോ ഇതൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. മനസ്സിലായല്ലോ? ഈ പരീക്ഷ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. സോ ഇത്തരം ആക്ടിവിറ്റീസ് ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രോസസ്സുകളാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തെയാണ് പ്രോസസ്സ്. ആ കാര്യങ്ങളാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോസസ്സ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. ആ പ്രോസസ്സ് ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഏത് ആദ്യം ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നു. അതിലൊരു ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിലേക്ക് നോക്കാം. ബട്ട് ദ ടേം മാനേജ്മെന്റ് ബിക്കംസ് ബ്രോഡർ വെൻ ഇറ്റ് കംസ് ടു അവർ സൊസൈറ്റി. ഈ ഒരു നമ്മുടെ ഒരു വ്യക്തിയുടെ ഡെയിലി ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാനേജ്മെന്റ് പ്രാധാന്യമുണ്ടെങ്കിൽ അതൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു ഒരു 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 ബ്രോഡർ കൺസെപ്റ്റ് ആയിട്ട് മാറുകയാണ്. ബ്രോഡർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൺസെപ്റ്റ് ആയിട്ട് മാറുകയാണ്. സോ മാനേജ്മെന്റ് ഈസ് ഫണ്ടമെന്റലി അബൌട്ട് ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി, എസ്പെഷ്യലി ത്രൂ വർക്കിംഗ് വിത്ത് അതേഴ്സ്. നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ. ആ സൊസൈറ്റിയിലേക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അക്കമ്പനി ചെയ്യേണ്ടത് വരും. ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സൊസൈറ്റിയിൽ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നൊരു കാര്യത്തിന്, കൺസെപ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുക. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഓൾറെഡി ഒരു മാനേജർ ആയിരിക്കും. സോ അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ മെയിൻ മീനിങ്ങിലേക്ക് പോകാം. എന്താണ് മീനിങ്? ഞാൻ ഓരോ വേർഡായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആണ്. അത്തരത്തിൽ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് മാനേജ്മെന്റ് എന്ന് അറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റ് ക്ലാസ്സുകൾ മൊത്തം താളം തെറ്റും. സോ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഓരോ വേർഡും ഓരോ കണ്ടന്റും പഠിച്ചു തന്നെ പോകാം. ഓക്കെ, എന്താണ്? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ വൺസ് വാണ്ട് ഓർ വൺസ് വാണ്ട്സ് ഹി ഓർ ഷീ ഹാസ് ടു പെർഫോം ന്യൂമറസ് ആക്ടിവിറ്റീസ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ആ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ജോലിക്ക് പോകുക എന്നുള്ളൊരു ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പരീക്ഷ എഴുതുക, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സോ ഇതെല്ലാം ഒരുപാട് ആക്ടിവിറ്റീസാണ്, ന്യൂമറസ് ആക്ടിവിറ്റീസാണ്. അത് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ്. ആൻ ഇൻഡിവിജ്വൽ എലോൺ കനോട്ട് പെർഫോം ഓൾ ദ നെസസറി ആക്ടിവിറ്റീസ്. ശരിയാണ്, ഒരാൾക്ക് ജോലി വേണം. ആ ജോലി വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. പഠിക്കാനായിട്ട് ഉള്ള കണ്ടന്റ് ചിലപ്പോൾ പഠിപ്പിക്കുന്നത് വേറൊരു വ്യക്തിയായിരിക്കും. ചിലർ സ്വന്തമായിട്ട് പഠിക്കും, എന്നാൽ
കൂടുതൽ ആളുകളുടെ കേസിലും ഒരാൾ അവരെ മെൻറ്റർ ചെയ്യാനുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വന്നു, ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇൻവോൾവ്മെന്റ് വന്നു. ഒന്നിൽ കൂടുതൽ മെൻറ്റേഴ്സ് ഉള്ളവരുണ്ടാവാം ഒരു വിഷയത്തിനോ, അല്ലെങ്കിൽ പല പല വിഷയങ്ങൾക്ക് പല പല മെൻറ്റേഴ്സ് ഉള്ളവരും ഉണ്ടായിരിക്കാം. സോ ഹ്യൂമൻ ബീയിങ്സ് ജോയിൻ ടുഗദർ ഇൻ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. അതായത് മനുഷ്യൻ ഒരുമിച്ച് കൂടുമ്പോഴാണ് അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകുന്നതും ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പിന്നീട് ഓർഗനൈസേഷനായിട്ട് അറിയപ്പെടുന്നതും. സോ എവറി ഓർഗനൈസേഷൻ ഈസ് ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സീക്കിംഗ് ടു അറ്റൈൻ സം കോമൺ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം, അതായത് നേടിയെടുക്കേണ്ട ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കേണ്ട ഒരു റിസൾട്ടോ അല്ലെങ്കിൽ ഒരു ഗോളോ ആയിരിക്കാം. ഓക്കെ, സോ എവറി ഓർഗനൈസേഷൻ ഈസ് ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സീക്കിംഗ് ടു അറ്റൈൻ സം കോമൺ ഒബ്ജക്റ്റീവ്സ്. A central agency is required to coordinate the activities and efforts of various individuals working together in the organization so that they can work collectively as a team. അതായത് ഇതിൽ പറയുന്നത് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ, ഇതിപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലി നേടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുന്നു. ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന ക്ലാസ് നോട്ടുകൾ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇതിന് പുറകിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട്. സോ ഈ എഫേർട്ടുകൾ എന്ന് പറയുന്നത് ഒരാൾ മാത്രം എടുക്കുന്നതല്ല, പല പല വ്യക്തികൾ ചേർന്ന് ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഈ എഫേർട്ടുകൾ എന്ന് പറയുന്നത്. സോ ഈ എഫേർട്ടുകൾ നിയന്ത്രിക്കാനായിട്ട് ഒരാളുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. അതായത് ഒരുപാട് ആളുകളുടെ ആ ഒരു എഫേർട്ട് കൃത്യമായി നടക്കണമെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ട് ഒരാൾ കൊണ്ടുവരണം. സോ അതാണ് ഇവിടെ പറയുന്നത് ഈ സെൻട്രൽ ഏജൻസി. ഏജൻസി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, ചിലപ്പോൾ 2 or 3 വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ഓർഗനൈസേഷൻസ് ആയിരിക്കാം. സോ എ സെൻട്രൽ ഏജൻസി ഈസ് റിക്വയർഡ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ദ ഓർഗനൈസേഷൻ സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് കളക്റ്റീവ്ലി ആസ് എ ടീം. ഓക്കെ, such an agency is called management. Management plays a crucial role in a country's economic development by effectively organizing key resources. എന്തൊക്കെയാണ് കീ റിസോഴ്സസ്? പീപ്പിൾ, മെറ്റീരിയൽസ്, മെഷീൻസ്, മെത്തേഡ്സ്, മണി, മാർക്കറ്റ്സ്. അതായത് നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. ആ ടീമിനെ നിയന്ത്രിക്കാനും ആ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാനും ഒരു ഏജൻസി ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കാം. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം മാനേജ്മെന്റ് എന്തിനുള്ളതായിരിക്കും. നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി. മാനേജ്മെന്റ് അപ്പോൾ എന്തിനുള്ളതായിരിക്കും? ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ളതായിരിക്കും അല്ലേ? ഒരു ഗോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ആ മാനേജ്മെന്റിന്റെ പ്രഥമ ഡ്യൂട്ടി ആയിരിക്കും എന്ത്? ഈ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ലക്ഷ്യം നേടുക എന്നുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കോമൺ ടേംസ് ഇൻ മാനേജ്മെന്റ്. അതായത് ഒരു മാനേജ്മെന്റ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാനിടയുള്ള, ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കാനിടയുള്ള കുറച്ച് വാക്കുകളുണ്ടാവും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന മീനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടേംസ് ഞാൻ പറഞ്ഞു തരാണ്. ഒന്നാമത്തെ ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യം, അതാണ് ഈ ഗോളും ഒബ്ജക്റ്റീവ്സും എന്ന് പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ ഈ അനുദീപ് വ്ളോഗ്സ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നിങ്ങളെല്ലാവരെയും ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണെങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഞങ്ങളുടെ ഗോൾസ്, ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞങ്ങളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു ക്ലാസ്സിൻ്റെ പൂർണ്ണത ഉൾക്കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. ആ റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ അതിനെയാണ് ഇവിടെ ഗോൾ എന്ന് പറയുന്നത്. അനുദീപ് വ്ളോഗ്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. മനസ്സിലായല്ലോ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് സ്റ്റെപ്സുകളാണ്. മനസ്സിലായല്ലോ. ഇനി എന്താണ് സ്ട്രാറ്റജി? ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഉണ്ടാക്കുന്ന പ്ലാനുകളെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
അതായത് കളക്ഷൻ ഓഫ് പ്ലാൻസ്, എ ഹൈ ലെവൽ പ്ലാൻ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് പറയുന്നതാണ്. ഇൻവോൾവ്സ് അനലൈസിങ് കോമ്പറ്റീഷൻ, മാർക്കറ്റ്സ് ആൻഡ് റിസോഴ്സ്. അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊണ്ട്, മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതിനുവേണ്ടി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതിനുവേണ്ടി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്ലാനുകൾ, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കുന്ന പ്ലാനുകളാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ഭാവിയിൽ മാറ്റം വന്നേക്കാം. ഓക്കെ, ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ്, കൃത്യമായിട്ട് ചെയ്യുക. മിനിമൈസിങ് റിസോഴ്സസ്, അതായത് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുക, അതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ലീഡർഷിപ്പ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പയർ പീപ്പിൾ ടുവാർഡ് ഗോൾ അച്ചീവ്മെന്റ്. അതായത് ഒരാളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നിന്നെ കൊണ്ട് കഴിയും, നിനക്കാണ് ഈ ഒരു പറഞ്ഞ ഒരു ജോലി ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ലീഡർ ചെയ്യുന്നത്. അതാണ് ലീഡറിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിസിഷൻ മേക്കിംഗ്. ഒരു 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 കൃത്യമായിട്ടൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ തീരുമാനത്തിനാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. സോ ഇത്തരത്തിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ ആ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് ഇതിൽ പറയുന്നത്, ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് ഓപ്ഷൻസ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് അത്തരത്തിലുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് പ്രോബ്ലം സോൾവിങ് ആൻഡ് റിസ്ക് അസസ്മെന്റ്. ഇനി എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണെങ്കിൽ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. ആ ഒരു ചുമതലയാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. സോ ഇപ്പോൾ ഡെലിഗേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അസൈനിങ് റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ആ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു സബോർഡിനേറ്റ്. ഓക്കെ, ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കറിയാവുന്ന മാനേജ്മെൻറ്റിൻ്റെ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാവാം, ചിലപ്പോൾ വർക്ക് ഫോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആയിരിക്കാം. ഇതിനൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയായിരിക്കാം റിസോഴ്സസ്? ഒന്ന് റോ മെറ്റീരിയൽസ്, എംപ്ലോയീസ്, ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യമാണ്. ഓക്കെ, ക്യാപിറ്റൽ സാമ്പത്തികമാണ്, എംപ്ലോയീസ് വർക്ക് ഫോഴ്സ്, റോ മെറ്റീരിയൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഞങ്ങൾ ഇവിടുന്ന് തരുന്ന ക്ലാസ്സിനോടൊപ്പം തരുന്ന സ്റ്റഡി മെറ്റീരിയൽസാണ്. അതിനൊക്കെയാണ് നിങ്ങളുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ റിസോഴ്സസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫേമസ് പേഴ്സണാലിറ്റീസ് ഇൻ മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. ഒരുപാട് ആളുകൾ അവരുടെ പല പല എക്സ്പീരിയൻസിലൂടെ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു മേഖലയിലെ പല പല നാളത്തെ എക്സ്പീരിയൻസിലൂടെ പകർന്നു വന്ന ഒരു ബ്രോഡർ കൺസെപ്റ്റാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ വിശാലത വർദ്ധിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ അതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പേരുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. MCQസിൽ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ഒരു ഫേമസ് പേഴ്സണാലിറ്റീസ്. സോ സമയം പാഴാക്കാതെ നമുക്ക് ആദ്യത്തെ പേഴ്സണാലിറ്റി നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആളാണ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. FW ടൈലർ എന്നും ഇദ്ദേഹം അറിയപ്പെടും. FW ടൈലർ
ഫ്രെഡറിക്കിൻ്റെ എഫും വിൻസ്ലോയുടെ ഡബ്ല്യു ആണ്, FW ടൈലർ. സോ എന്താണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നോൺ ഫോർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാനേജ്മെൻറ്റിൽ തന്നെ പഠിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് തോട്ടാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വരും ക്ലാസ്സുകളിൽ അത് പഠിക്കുന്നതായിരിക്കും. സോ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു കർത്താവായിട്ടാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. എംഫസൈസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു 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 രീതിയാണ് ഈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ് അദ്ദേഹം എംഫസൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് വർക്ക് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, 1911. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ വ്യക്തിയെ പരിചയപ്പെടാം. ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് നോൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്നാണ്. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തിയറിക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഇദ്ദേഹം മാനേജ്മെൻറ്റിൻ്റെ 14 പ്രിൻസിപ്പിൾസാണ് ഒരു മേക്ക് ചെയ്തേക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് കൃത്യമായി നടക്കണമെങ്കിൽ ഈ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഈ 14 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ആ മാനേജ്മെൻറ്റ് വളരെ നല്ലൊരു മാനേജ്മെൻ്റ് ആണെന്നും ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നും ഇദ്ദേഹം പറയുന്നു. അതിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസായ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഈ ഒരു ചെറിയ 3 പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ ഹെൻറി ഫയോൾ. സോ നമുക്ക് നെക്സ്റ്റ് പേഴ്സണാലിറ്റിയെ നമുക്ക് പരിചയപ്പെടാം. മാക്സ് വെബർ നോൺ ഫോർ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി. നമ്മളത് മുന്നോട്ട് പഠിക്കുന്നതായിരിക്കും. എന്താണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി എന്ന്. ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചേർഡ് റൂൾ ബേസ്ഡ് ഹൈറാർക്കി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാഫിങ്ങിൻ്റെ മേഖലയിൽ വരുന്ന ഒരു പദമാണ്. ഒരു ഹൈറാർക്കി, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഹൈറാർക്കി, സ്റ്റാഫ് സ്ട്രക്ചറൽ ഹൈറാർക്കിയാണ് ഇദ്ദേഹം മാക്സ് വെബർ കൊണ്ടുവന്നേക്കുന്നത്. എംഫസൈസ് റേഷണൽ ലീഗൽ അതോറിറ്റി ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ആണ് എൽട്ടൺ മയോ, നോൺ ഫോർ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. conducted the Hawthorne studies. Important ആണ് Hawthorne studies, highlighting the importance of social relations and employee morale in productivity. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ പൂർണ്ണത, ആ ഒരു അവൈലബിൾ റിസോഴ്സസിൻ്റെ പൂർണ്ണത കിട്ടാനായിട്ട് എംപ്ലോയി മൊറൈലും സോഷ്യൽ റിലേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആ ഹോത്തോൺ സ്റ്റഡീസിൽ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സ്ട്രെസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ വർക്ക് പ്ലേസ്. അതായത് എൽട്ടൺ മയോ ഏറ്റവും കൂടുതലും ഹ്യൂമൻ ബിഹേവിയറുമായിട്ടുള്ള സ്റ്റഡീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പീറ്റർ എഫ് ഡ്രക്കർ, നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, പീറ്റർ എഫ് ഡ്രക്കർ. എംഫസൈസ്ഡ് ദ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതൊരു സ്കൂൾ ഓഫ് തോട്ടാണ്. അതായത് മാനേജ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഉള്ളൊരു തോട്ടാണ്. സോ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. പീറ്റർ എഫ് ഡ്രക്കർ ആണ് ദ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അഡ്വക്കേറ്റഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ, ഇന്നൊവേഷൻ ആൻഡ് ദ റോൾ ഓഫ് ദി നോളജ് വർക്കർ. ബുക്കാണ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മേരി പാർക്കർ ഫോലെ, നോൺ ഫോർ മാനേജ്മെൻറ്റ് ആസ് എ സോഷ്യൽ പ്രോസസ്. അതായത് ഈ വ്യക്തി പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സ് എന്നാണ്. സോ നമ്മളത് മുന്നോട്ട് പഠിക്കുന്നതായിരിക്കും. ഡിഫൈൻഡ് മാനേജ്മെൻറ്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, അതൊരു ഡെഫിനിഷനാണ്. ഡെഫിനിഷന് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതായിരിക്കും. ഫോക്കസ്ഡ് ഓൺ കൊളാബറേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ലീഡർഷിപ്പ് ബേസ്ഡ് ഓൺ ഇൻഫ്ലുവൻസ് റാദർ ദാൻ അതോറിറ്റി. ഫോക്കസ്ഡ് ഓൺ കൊളാബറേഷൻ, അതായത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ് മേരി പാർക്കർ ഫോലെ ഇതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചെസ്റ്റർ ബെർണാർഡ്, നോൺ ഫോർ ഫങ്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ്
കൺസെപ്റ്റ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു 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 ഓഫീസ് എന്ന് വിചാരിക്കുക. ആ ഒരു ഓഫീസിൽ നമ്മൾ കൾച്ചറലായിട്ട് കുറേ പരിപാടികൾ ചെയ്യും അല്ലേ? എന്തിനാണത്? നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ള അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ ഡിറൈവ് ചെയ്തേക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ അത് ലാഭം, ഒരു പ്രൊഡക്ടിവിറ്റി, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളതായിരിക്കാം. നിങ്ങളൊരു ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അതവിടെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിലായിരിക്കും. സോ അത്തരത്തിലുള്ള ജോലിക്കിടയിൽ സന്തോഷം, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സന്തോഷത്തിന് കേടുപാടുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു രീതിയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ കണക്ട് ചെയ്യുന്നത്. സോ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള എംപ്ലോയീസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എംഫസൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്. അതായത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ചെസ്റ്റർ ബർണാർഡ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? തിയറി ഡഗ്ലസ് മെക്ഗ്രഗർ ആണ് എന്താണ് നോൺ ഫോർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഇതിങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, എന്താണ് തിയറി എക്സ്, അല്ലെങ്കിൽ ആരാണ് തിയറി എക്സിനും തിയറി വൈക്കും പ്രസിദ്ധൻ എന്നായിരിക്കാം നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. ഡഗ്ലസ് മെക്ഗ്രഗർ ഡിസ്ക്രൈബ് ടു കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഓഫ് വർക്കേഴ്സ്. അതായത് തിയറി എക്സ് എന്ന് പറയുന്നത് പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക് ആൻഡ് മസ്റ്റ് ബി കൺട്രോൾ. അതായത് താല്പര്യമില്ലാതെ പണിയെടുക്കുന്ന വ്യക്തികളെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. തിയറി വൈ പറയുന്നത് പീപ്പിൾ എൻജോയ് വർക്ക് ആൻഡ് സീക്ക് റെസ്പോൺസിബിലിറ്റി. ചില ആളുകൾ ചെയ്യുന്ന ജോലി വളരെ ആസ്വദിച്ചായിരിക്കും ചെയ്യുന്നത്, പിന്നെ അവർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുമെന്നാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. ഡഗ്ലസ് മെക്ഗ്രഗർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് എബ്രഹാം മാസ്ലോ, നോൺ ഫോർ ഹൈറാർക്കി ഓഫ് നീഡ്സ്. അത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ഹൈറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം മാസ്ലോ ആണ് കൊണ്ടുവന്നേക്കുന്നത്. എക്സ്പ്ലെയിൻ എംപ്ലോയി മോട്ടിവേഷൻ ത്രൂ ലെവൽസ് ഓഫ് നീഡ്. എംപ്ലോയിയുടെ മോട്ടിവേഷനാണ് ഇതിൽ എബ്രഹാം മാസ്ലോ പറഞ്ഞിരിക്കുന്നത്. സൈക്കോളജി, ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ്, ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതൊക്കെയാണ് എംപ്ലോയി മോട്ടിവേഷന് വേണ്ടിയിട്ട് എബ്രഹാം മാസ്ലോ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് എഡ്വേർഡ് ഡെമിങ്ങിൻ്റെ പോയിൻ്റാണ് നോൺ ഫോർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മുടെ സിലബസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ് ഈ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ആ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. എഡ്വേർഡ് ഡെമിങ് അദ്ദേഹമാണ് നോൺ ഫോർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് അറിവ് പ്രൊമോട്ടഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇദ്ദേഹം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ ഇൻട്രൊഡ്യൂസ് PDCA, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് സൈക്കിൾ ഫോർ ക്വാളിറ്റി കൺട്രോൾ. സോ എഡ്വേർഡ് ഡെമിങ് മറക്കാതെ ഇരിക്കും. സോ നമ്മൾ വ്യക്തികളെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ചില ഡെഫിനിഷൻസിലേക്ക് വരാം. അതായത് ഈ മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻസ് നമുക്ക് എടുത്തു പറയാനായിട്ട് ഇല്ല. പക്ഷേ കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത ചില ഡെഫിനിഷൻസ് നമുക്കുണ്ട്. ആ ഡെഫിനിഷൻസ് പറഞ്ഞേക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഫേമസ് പേഴ്സണാലിറ്റീസിൽ ചിലരാണ്. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തതാണ് മേരി പാർക്കർ പോലെ പറഞ്ഞേക്കുന്ന മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഡിഫൈൻ ചെയ്യുക, മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾസ് എഫേർട്ട്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്ത് കലയാണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾസ് എഫേർട്ട്. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുടെ എഫേർട്ടിനാൽ, പരിശ്രമത്താൽ നേടിയെടുക്കുക എന്നുള്ളത് അല്ലേ, എന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യം, അത് മറ്റുള്ളവരുടെ സഹായത്താൽ നേടിയെടുക്കുക. ആ നേടിയെടുക്കുന്നത് ഒരു കലയാണ് എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? മേരി പാർക്കർ പോലെ. സോ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾസ് എഫേർട്ട്.
ഇനി പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞേക്കുന്നത് മാനേജ്മെന്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ് ആൻഡ് മാനേജസ് വർക്കർ ആൻഡ് വർക്ക്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് അത് ബോറടിപ്പിക്കുന്നില്ല. മാനേജ്മെന്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ, അതായത് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ മാനേജ്മെന്റിനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എഫ് ഡബ്ല്യു ടൈലർ ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് എ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. പക്ഷെ എല്ലാവരും ആർട്ട് എന്ന് പറയുന്നുണ്ട് ഇല്ലേ? എഫ് ഡബ്ല്യു ടൈലറും പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അത് ഏത് രീതിയിൽ വളരെ ചീപ്പായിട്ടും ബെസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. സോ ഇൻ സമ്മറി, ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് മാനേജിങ് പീപ്പിൾ ആൻഡ് അതർ റിസോഴ്സസ് ഇൻ എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനകത്തുള്ള വർക്കേഴ്സിനെയും അല്ലെങ്കിൽ വ്യക്തികളെയും ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള മറ്റ് റിസോഴ്സസുകളെയും മാനേജ് ചെയ്യുക. ആ മാനേജ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഓരോ കാര്യങ്ങളും കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ മാനേജ്മെന്റിൽ വരുന്ന വ്യക്തികളെയാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഈ മാനേജ്മെന്റ് കൃത്യമായി പ്രാപ്തമായിട്ട് ചെയ്യാനായിട്ട് നിയമിക്കപ്പെടുന്ന ആളുകളെയാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി അവിടെ കാര്യം നടക്കുക എന്നുള്ളത് തന്നെയാണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം നടക്കുക എന്നുള്ളതിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്? അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു മാനേജ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. മാനേജ്മെന്റ് സവിശേഷതകളെയാണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരു എംപ്ലോയിയെ മാത്രമായിരിക്കില്ല അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ടുണ്ടാവും. പല ലെവൽസിലായിട്ട് ഈ എംപ്ലോയീസ് ഉണ്ടാവും. സോ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന വർക്കാണ് മാനേജ്മെന്റ്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ഓൾവേസ് ഗോൾ ഓറിയൻറ്റഡ്. അതായത് എപ്പോഴും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. ആ ഒരു പ്രവർത്തിക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തികളെയാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഗവൺമെന്റിലും ബിസിനസ്സിലും ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിലോ മിലിറ്ററിയിലോ മെഡിക്കലോ ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് മാനേജ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് എൻ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം മാനേജ്മെന്റിന് നിങ്ങൾക്ക് എവിടെയും ഏത് ലോകത്ത് ഏത് രാജ്യത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏതൊരു കാര്യം നേടിയെടുക്കാനും നിങ്ങൾക്ക് മാനേജ്മെന്റ് ഉപയോഗിക്കാം. അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലായാലും മിലിറ്ററിയുടെ ഫീൽഡിലായാലും എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ഈസ് സിറ്റുവേഷണൽ. എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അവിടെ ചെയ്യും. ഒരു പ്രശ്നമുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടതുണ്ട്, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ഏതൊക്കെ ആദ്യം ചെയ്യണം, അവസാനം ചെയ്യണം, ഇതിൻ്റെ കൃത്യമായിട്ട് ഏത് ഓർഡറിൽ ചെയ്യണം, ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ആ ഒരു പ്രശ്നത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഓർഡർ ഫിക്സ് ചെയ്യേണ്ടത്, അല്ലേ? സോ ആ പ്രശ്നം എന്ന് പറയുന്നത് സിറ്റുവേഷനിലാണ്. നമുക്കിത് ചിലപ്പോൾ ഭാവിയിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതായിരിക്കാം. സോ എങ്കിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റ് സ്കിൽസ് അവിടെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, ഒരു അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ അവിടെ പിരിച്ചുവിടുമോ? ഇല്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ഓർഗനൈസേഷൻ അടുത്ത ഗോള് കണ്ടുപിടിച്ച് ആ ഗോള് നേടാനായിട്ട് വർക്ക് ചെയ്യും. സോ മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണെന്ന് പറയാം. മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനോ തൊടാനോ പറ്റാത്തതിനെയാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലായിട്ട് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ മാനേജ്മെന്റിന്റെ പ്രോസസ്സുകൾ കാണാനുള്ള മാനേജ്മെന്റ് എന്നൊരു കാര്യം നമുക്ക് കാണാനോ തൊടാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? മാനേജ്മെന്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് പ്രോസസ്. ചില കാര്യങ്ങൾ, ചില ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഈ രീതിക്ക് തന്നെ ചെയ്യേണ്ടതുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ, ഒരു ജോലി നേടുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അതാണ് വെൽ ഡിഫൈൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. കുറേ കാര്യങ്ങളുടെ ഒരു നിരയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സുകൾ എപ്പോഴും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ മാനേജ്മെന്റ് ചെയ്യുന്നതിലൂടെ അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കും അല്ലേ. മാനേജ്മെന്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് പ്രോസസ്. ഇനി എന്താണ്? മാനേജ്മെന്റ് ഈസ് എ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ബോഡി ഓഫ് നോളജ്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഇല്ലേ? നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നേക്കുന്നത് പോലെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ബോഡി ഓഫ് നോളജ് വിച്ച് ക്യാൻ ബി സ്റ്റഡിഡ്. സോ അതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് ഡിസിപ്ലിൻ എന്ന് പറയും. സോ ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റിലേക്ക് കടക്കുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എവിടേക്കാണ് ആവശ്യം, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഒരു ലക്ഷ്യം നേടുക, ആ ലക്ഷ്യം നേടാനായിട്ടുള്ള സ്റ്റെപ്സുകൾ. ഓക്കെ, ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള സ്റ്റെപ്സുകൾ അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് മാനേജ്മെന്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് തരുന്നു. നെക്സ്റ്റ് എന്താണ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതിനെയാണ്. ഇപ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങളുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് ക്യാപിറ്റൽ ആയിരിക്കാം, ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കാം, വർക്ക് ഫോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ആയിരിക്കാം. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കൃത്യമായി ഇവയെ ഉപയോഗിക്കാൻ നിങ്ങളെ മാനേജ്മെന്റ് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. മാനേജ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കും. വളരെ കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ ടൈം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നേടിത്തരാൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബ്രിങ്സ് ഓർഡർ ഇൻ ഓർഗനൈസേഷൻ. ഓർഡർ ഇൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയൊക്കെ നിങ്ങൾക്ക് മാനേജ്മെന്റ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നൽകും. നെക്സ്റ്റ് എന്താണ്? മീറ്റ് ദി ചാലഞ്ചസ് ഓഫ് ചേഞ്ച്. ഒരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ആ ചേഞ്ചിൽ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് മാനേജ്മെന്റ് പറഞ്ഞു തരും. നെക്സ്റ്റ് എന്താണ്? എക്കണോമിക് ഗ്രോത്ത്. ഇപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ ഈ ഒരു മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടും. ആ റെമ്യൂണറേഷൻ നമ്മുടെ എക്കോണമിയിലോട്ട് വരും. സോ മാനേജ്മെൻറ്റിലൂടെ എക്കണോമിക്കും ഗ്രോത്ത് ഉണ്ടാകും. ഈ ഒരു പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ പ്രോഫിറ്റും ഭാവിയിൽ അത് ഒരു എക്കണോമിക്കിൻ്റെ ബെനിഫിറ്റായിട്ട് മാറും. ആ പ്രോഫിറ്റിന് ചിലപ്പോൾ ടാക്സ്
എന്നുള്ള രീതിയിൽ എക്കണോമിക്ക് ബെനിഫിറ്റ് ആവും. സോ മാനേജ്മെൻറ്റ് എക്കണോമിക്കും ഒരു ഗ്രോത്ത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അച്ചീവിങ് ഗോൾസ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത്. സ്റ്റെബിലിറ്റി, ഒരു 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 പൂർണ്ണത അല്ലെങ്കിൽ ഒരു കൃത്യത എല്ലാം ഒരു മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ നൽകും. ഇനി എന്താണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഈ ഒരു മാനേജ്മെൻറ്റിലൂടെ എന്താണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് എന്താണ് അർഹിക്കുന്നതെന്നോ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരാം. അതിലൂടെ അവർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതിലൂടെ സാധ്യമാവും. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ ഈ തരുന്ന പോയിന്റ്സ് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ മാനേജ്മെൻറ്റ് കൃത്യമായി വളരെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്. ചില പേരുകളും ചില പോയിന്റ്സും ടേംസും ഇതൊക്കെ മാത്രം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയുള്ളൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത്രയും സിമ്പിളാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നവർക്ക് ഉള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട ഇതെങ്ങനെ പഠിക്കും എന്നുള്ളത് വിചാരിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പോർഷൻസിലേക്ക് പോകാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഈ ഗോൾ ഓറിയൻറ്റഡ്, അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് ചെയ്യുന്ന ആ പ്രോസസ്സായിരിക്കും മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് ആളുകൾ, ഒരു സെൻട്രൽ ഏജൻസി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ സെൻട്രൽ ഏജൻസിയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സോ ഈ നിയന്ത്രണം കൃത്യമായി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഓർഗനൈസേഷൻ ചിലപ്പോൾ അകന്നകന്ന് പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ചില ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അതിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്ലാനിങ്. രണ്ടാമത്തത് ഓർഗനൈസിങ്. മൂന്നാമത്തത് സ്റ്റാഫിങ്. 4, ഡയറക്റ്റിംഗ്. 5, കൺട്രോളിങ്. ബേസിക് ആയിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മനസ്സിലായോ? ഇതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, ഇനി എന്താണ് ഓരോന്നും എന്ന് നമുക്ക് നോക്കാം. സോ ഇത് ഫോളോ ചെയ്യുമ്പോൾ, ഈ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഫോളോ ചെയ്യുന്നതിലോടുകൂടി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് പ്ലാനിങ് എന്ന് നമുക്ക് നോക്കിയാലോ. ഒന്ന്, പ്ലാനിങ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ശരിയാണല്ലോ. തിങ്കിങ് ബിഫോർ ഡൂയിങ്, ചിന്തിക്കുകയാണ് അവിടെ. തിങ്കിങ് ബിഫോർ ഡൂയിങ്, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഓർഗനൈസേഷന് 50 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം എങ്ങനെ കൈവരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയാണ് ആദ്യത്തെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ പ്ലാൻസ് തയ്യാറാക്കി ഡിസിഷൻ മേക്ക് ചെയ്യും, അല്ലേ? അതിന് വേണ്ടിയിട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഇത്ര പേര് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കാലഘട്ടം കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും ഈ പ്ലാനിങ്ങിലാണ് സംഭവിക്കുന്നത്. നമ്മളൊരു വീട് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്ലാനിങ് ആയിരിക്കും. ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മുറികൾ, നമ്മുടെ വീടിൻ്റെ ഉൾവശം, പുറമോടി എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വരച്ച് ഒന്ന് തയ്യാറാക്കി വെക്കും, അല്ലേ? അപ്പോൾ അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. എന്തെങ്കിലും ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ അതൊരു ബ്രെയിൻ ഇൻവോൾവ്ഡ് ആക്ടിവിറ്റിയാണ്. മനസ്സിലായല്ലോ? ചിലപ്പോൾ അത് കുറേ കാലത്തെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ആ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്താണ്? ഓർഗനൈസിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർഡർലി ഡിറ്റർമിനേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടാസ്ക് ടു അച്ചീവ് ദ ഗോൾ. സോ പ്ലാനിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. ഇനി ഓർഗനൈസിങ്ങിൽ എന്താണ് വരുന്നത്? ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ എപ്പോൾ ചെയ്യണം, ഏത് ഓർഡറിൽ ചെയ്യണം, ആരൊക്കെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് പോർഷനിലാണ് പറഞ്ഞത് സ്റ്റാഫിംഗ്. സോ എന്തൊക്കെ ചെയ്യണം, ഏത് ഓർഡറിൽ ചെയ്യണം എന്ന് നമ്മൾ ഓർഗനൈസിങ് എന്നുള്ളൊരു ഫംഗ്ഷനിലൂടെ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ആര് എന്തൊക്കെ ചെയ്യണം, അത് സ്റ്റാഫിംഗ് ആണ്. സോ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ഓൾ പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ വിത്ത് അഡിക്വേറ്റ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു, ഏതൊക്കെ ഓർഡറിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അത് ഇനി ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് സ്റ്റാഫിംഗ്. മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനായ സ്റ്റാഫിങ്ങിലൂടെയാണ് ആരൊക്കെ ചെയ്യണം എന്ന്, ആ ഒരു ടാസ്ക് ആരൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് കഴിവുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ആ ഒരു ജോലിയിൽ അവരെ നിയോഗിച്ചതിന് ശേഷം ആ ഒരു ജോലി കഴിഞ്ഞ് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ, പ്രതിഫലം അവർക്ക് നൽകുന്നു. ഇതാണ് ബേസിക്കലി സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി എന്താണ് ഡയറക്റ്റിംഗ്? അപ്പോൾ ആരൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? ആ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ എന്ത് ലഭിക്കുകയുള്ളൂ? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ്, സൂപ്പർവൈസിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് ദ പീപ്പിൾ ടുവേർഡ്സ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് പ്ലാൻഡ് ഗോൾസ്. നിയന്ത്രിക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഡയറക്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി ഇതെല്ലാം ഈ ഡയറക്റ്റിങ്ങിലൂടെ ആൾക്കാർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സോ ഇനി ഇവരുടെ പെർഫോമൻസിന് ശേഷം ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് മീൻസ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. ചെയ്യുന്ന ജോലി കൃത്യമാണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിംഗ് എന്ന ഫങ്ഷൻസിലൂടെയാണ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 5 ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ബ്രോഡായിട്ട് തന്നെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. സോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 5 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തതാണ് പ്ലാനിങ്, രണ്ടാമത്തത് ഓർഗനൈസിങ്, 3 സ്റ്റാഫിംഗ്, 4 ഡയറക്റ്റിംഗ്, 5 കൺട്രോളിംഗ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. കാര്യം ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്നതിന് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങോ, ഏത് ഓർഡറിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഏത് ഓർഡറിൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇനി ഈ കാര്യങ്ങൾ ആര് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഈ വ്യക്തികൾക്ക് ഏത് രീതിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏത് രീതിക്കാണ് എന്ന് സ്റ്റാഫുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് മനസ്സിലാക്കുന്നതിനെ, അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് നെക്സ്റ്റ് കുറച്ച് MCQs ആണ്. നമുക്ക് ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഞാനൊരു 20 MCQs പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തതാണ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫോമിങ് ഓർഗനൈസേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ്? എന്തിനാണ് ഓർഗനൈസേഷൻസ് ഗ്രൂപ്പും ഫോം ചെയ്യുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷനാണ് ടു ഇൻക്രീസ് കോമ്പറ്റീഷൻ, ടു ഇംപ്രൂവ് സോഷ്യൽ സ്റ്റാറ്റസ്, ടു സാറ്റിസ്ഫൈ വാണ്ട്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്, ടു റെഡ്യൂസ് എഡ്യൂക്കേഷൻ കോസ്റ്റ്. നമ്മൾ പഠിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നമുക്ക് മനസ്സിലായി. സോ
ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് മനസ്സിലായി. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിലൂടെ ചെയ്യുന്നതാണ് ടു സാറ്റിസ്ഫൈ വാണ്ട്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. സോ ഉത്തരം സാറ്റിസ്ഫൈ വാണ്ട്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ് ആണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് മാനേജ്മെന്റ്? ഈ താഴെ പറയുന്നത് എന്താണ് മാനേജ്മെന്റിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നതാണ്? ടു ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് റൂൾസ്, ദ സെൻട്രൽ ഏജൻസി ദാറ്റ് കോർഡിനേറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സെല്ലിംഗ് പ്രോഡക്ട്സ്, പെർഫോം ടെക്നിക്കൽ ടാസ്ക്. ഇതല്ല, നമുക്ക് കൃത്യമായി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നമുക്ക് ബാക്കി ഓപ്ഷൻസ് വായിക്കാതെ തന്നെ മനസ്സിലാവും. ദ സെൻട്രൽ ഏജൻസി ദാറ്റ് കോർഡിനേറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് മാനേജ്മെന്റ് എന്നുള്ളത്, അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണെന്നാണ് ഇവിടുന്ന് ചോദ്യം വന്നിരിക്കുന്നത്. ഹെൻറി ഫയോൾ, പീറ്റർ ഡ്രക്കർ, എഫ്.ഡബ്ല്യു. ടൈലർ, മാക്സ് വെബർ. ഇതിൽ എഫ്.ഡബ്ല്യു. ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് വൺ ഓഫ് ദ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ ഫയോൾ? അതായത് ഫയോൾ ഒരു 5 ഫങ്ഷൻസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. അതിലേതാണ് താഴെ പറയുന്നതിൽ അല്ലാത്തതെന്നാണ് ചോദ്യം. 1 പ്ലാനിങ്, 2 കൺട്രോളിങ്, സി കോർഡിനേറ്റിംഗ്, ഡി സ്റ്റാഫിംഗ്. ഫയോൾ പറയാത്തത് സ്റ്റാഫിംഗ് ആണ്. സോ ഉത്തരം ഇവിടെ സ്റ്റാഫിംഗ് ആണ്. പക്ഷെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ 3ാമത്തെ ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. ഓക്കെ, ഫയോൾ പ്രപ്പോസ് ചെയ്ത മാനേജ്മെന്റ് ഫങ്ഷൻസിൽ സ്റ്റാഫിംഗ് ഇല്ല. നിങ്ങളത് മനസ്സിലാക്കുക വ്യത്യാസം. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് മാക്സ് വെബർ ഫേമസ് ഫോർ? മാക്സ് വെബർ എന്തിനാണ് ഫേമസ് എന്നാണ് ചോദ്യം. 1 ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്, 2 ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി, സി ക്വാളിറ്റി കൺട്രോൾ, മോട്ടിവേഷൻ തിയറീസ്. ഇതിൽ ഉത്തരം ബി ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് ഡിഡ് എൽട്ടൺ മയോസ് ഹോത്തോൺ സ്റ്റഡീസ് ഹൈലൈറ്റ്? ഹോത്തോൺ സ്റ്റഡി, അദ്ദേഹത്തിൻ്റെ എൽട്ടൺ മയോയുടെ ഹോത്തോൺ സ്റ്റഡി എന്താണ് ബേസ് ചെയ്തേക്കുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. നീഡ് ഫോർ സ്ട്രിക്ട് ഡിസിപ്ലിൻ ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ ട്രെയിനിങ് ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻ ദ വർക്ക് പ്ലേസ് ആണോ? സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണോ? ഉത്തരം ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻ ദി വർക്ക് പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് പീറ്റർ എഫ് ഡ്രക്കർ നോൺ ഫോർ പ്രൊമോട്ടിങ്? പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ പ്രസിദ്ധമായ നോൺ ഫോർ പ്രൊമോട്ടിങ്, അത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. തിയറി എക്സ് ആൻഡ് വൈ ആണോ? ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ആണോ? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണോ? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണോ? ഇതിൽ ഉത്തരം മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മേരി പാർക്കർ ഫോലെ ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് കൺട്രോളിങ് അതേഴ്സ് ടു ഗെറ്റ് വർക്ക് ഡൺ, ഡെലിഗേഷൻ ഓഫ് ടാസ്ക്, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ, എ സെറ്റ് ഓഫ് ബിസിനസ് ടൂൾസ്. ഇതിലെ മേരി പാർക്കർ ഫോലെ ആദ്യം നമ്മൾ പഠിച്ച ഡെഫിനിഷനാണ് മേരി പാർക്കർ ഫോലെയുടെ. അതിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാണ്. സോ ഉത്തരം ഇതിൽ സി ആണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഡഗ്ലസ് മെക്ഗ്രഗർ? ഡഗ്ലസ് മെക്ഗ്രഗറിന്റെ തിയറി എന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. 1 MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണോ? തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണോ? നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് തിയറി ആണോ? ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണോ? ഇതിൽ ഉത്തരം തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എബ്രഹാം മാസ്ലോ ഈസ് നോൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? എബ്രഹാം മാസ്ലോ ഈ പറയുന്ന കാര്യത്തിൽ എന്തിനാണ് പ്രസിദ്ധം? പ്ലാനിങ് പ്രോസസ്സിലാണോ? ഡിവിഷൻ ഓഫ് വർക്കിലാണോ? ഹൈറാർക്കി ഓഫ് നീഡ്സിലാണോ? ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയിലാണോ? ഉത്തരം ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എഡ്വേർഡ് ഡെമിങ് പ്രൊമോട്ടഡ് വിച്ച് കൺസെപ്റ്റ്? എഡ്വേർഡ് ഡെമിങ് എന്ത് കൺസെപ്റ്റാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നതാണ് ചോദ്യം. 1 ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡീസ് ആണോ? അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണോ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണോ? സയന്റിഫിക് ലേബർ കൺട്രോൾ ആണോ? ഇതിൽ എഡ്വേർഡ് ഡെമിങ് പ്രൊമോട്ട് ചെയ്തേക്കുന്ന കൺസെപ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് മോട്ടിവേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് എംപ്ലോയീസ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ചോദ്യം. ഇൻവോൾവ്സ് മോട്ടിവേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് എംപ്ലോയീസ് ആണ്. സോ അതിൽ ഉത്തരം, അതായത് സ്റ്റാഫിങ്ങിന് ശേഷമാണ് വരുന്നത്. സോ ഇതിൽ ഉത്തരം എന്തായിരിക്കും? പ്ലാനിങ് ആണോ? ഓർഗനൈസിങ് ആണോ? ഡയറക്റ്റിംഗ് ആണോ? കൺട്രോളിങ് ആണോ? ഉത്തരം
പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങിന് മുന്നേ ഉള്ളതാണ്. സോ അതെന്തായാലും ഇല്ല. നെക്സ്റ്റ് ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ആണ്. ഇതിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോളിങ്ങിൻ്റെ. അപ്പോൾ ഇതിൽ ഉത്തരം ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ്? മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ ആദ്യ സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാഫിംഗ് ആണോ, കൺട്രോളിംഗ് ആണോ, ഓർഗനൈസിംഗ് ആണോ, പ്ലാനിംഗ് ആണോ? പ്ലാനിംഗ്. ഓക്കെ, അവിടെയാണ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വൺ ടൈം ആക്ടിവിറ്റി അല്ല, വൺ ടൈം ആക്ടിവിറ്റി അല്ല. എ സ്റ്റാറ്റിക് പ്രോസസ്സാണോ, അതായത് ഒരൊറ്റ ഒരു പ്രോസസ്സാണോ? അല്ല. ഒരു മാറ്റമൊന്നും വരാത്ത പ്രോസസ്സാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല. കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണോ? കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. റിജിഡ് പ്രോസസ്സാണോ? അല്ല, റിജിഡ് പ്രോസസ്സും അല്ല. ഇറ്റ്സ് കണ്ടിന്യൂസ്. മാനേജ്മെൻറ്റ് ഈസ് കൺസിഡർ ആസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൻ്റെ ഒരു സവിശേഷത അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. ഗോൾ ഓറിയൻറ്റഡ് ആണോ? യെസ്, മാനേജ്മെൻറ്റ് എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. ടാഞ്ചിബിൾ ആണോ? അല്ല, ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആണ് മാനേജ്മെൻറ്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിറ്റുവേഷണലും ആണ്, യൂണിവേഴ്സലാണ്. അപ്പോൾ അവിടെ ഉത്തരം ടാഞ്ചിബിൾ ആണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ പറയുന്ന എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഒന്നൊഴികെ. ഏതാണ് അത്? സ്റ്റെബിലിറ്റിക്ക് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. കെയോസ് ഇൻ ദ സിസ്റ്റം, കെയോസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ. മാനേജ്മെൻറ്റ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ല. സോ അവിടെ ഉത്തരം കെയോസ് ഇൻ ദ സിസ്റ്റമാണ്. സോ നെക്സ്റ്റ് ചോദ്യമാണ്, അക്കോർഡിംഗ് ടു FW ടൈലർ, മാനേജ്മെൻറ്റ് ഈസ് എന്താണ്? അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്താണ് മാനേജ്മെൻറ്റ്? ആൻ ആർട്ട് ഓഫ് കൺട്രോളിങ് പീപ്പിൾ ആണോ? ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ആണോ? യെസ്, അതാണ് ഉത്തരം. ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. വളരെ ബെസ്റ്റായിട്ടും വളരെ ചുരുങ്ങിയ ചെലവിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആര് പറയുന്നു? FW ടൈലർ പറയുന്നു. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഇവാലുവേറ്റ്സ് പെർഫോമൻസ്? ഈ പെർഫോമൻസ്, അതായത് സ്റ്റാഫിങ്ങിന് ശേഷമുള്ള ഫംഗ്ഷനാണ്. ആദ്യത്തത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ സ്റ്റാഫിങ്ങിന് ശേഷമുള്ള കാര്യങ്ങളാണ് അത്. ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങുമാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ കൊടുക്കാനുള്ളതാണ്, കൺട്രോളിങ് എന്ന് പറയുന്നത് ഇവാലുവേഷനുള്ളതാണ്. സോ ഇവിടെ ഉത്തരം കൺട്രോളിങ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ഗോൾ ഓഫ് സ്റ്റാഫിംഗ്? സ്റ്റാഫിങ്ങിന് ആവശ്യം എന്നതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഒന്ന്, മോണിറ്ററിങ് എംപ്ലോയീസ് ആണോ? ഫില്ലിംഗ് പൊസിഷൻ വിത്ത് ക്വാളിഫൈഡ് പേഴ്സണൽ ആണോ? കണ്ടക്ടിങ് സർവേസ് ആണോ? ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആണോ? നമുക്കൊരു സ്റ്റാഫിംഗ് എന്നൊരു ഫംഗ്ഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഫില്ലിംഗ് പൊസിഷൻ വിത്ത് ക്വാളിഫൈഡ് പേഴ്സണൽ ആണ്. അതായത് ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പൊസിഷൻ തന്നെ പറയാം. ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്യുക എന്നുള്ളതിലെയാണ് സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷനിലൂടെ നമുക്ക് സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷൻ നടപ്പിലാക്കി തരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ഇറ്റ് ബീങ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ഫീൽഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ബിസിനസ്, ഗവൺമെൻറ് എക്സെട്ര? അതായത് മാനേജ്മെൻറ്റിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഏത് സവിശേഷതയാണ് നമുക്കിത് എല്ലായിടത്തും ഉപയോഗിക്കാം എന്നുള്ളൊരു ഒരു ഫീച്ചർ തരുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണോ? യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണോ? ഇൻടാഞ്ചിബിലിറ്റി ആണോ? ഗോൾ ഓറിയൻറ്റഡ് ആണോ? യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്. സോ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതും വളരെ ബേസിക്സ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും. സോ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങൾ ഈ ടോപ്പിക്ക് കൃത്യമായി വായിച്ച് നിങ്ങളിത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് 100% ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, സോ
നെക്സ്റ്റ് ഇനിയും നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, മൊഡ്യൂൾസ്, ലെസൺസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ആ പഠിക്കുന്നതെല്ലാം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക്സ് തന്നെയാണ് സ്ട്രോങ് ആക്കേണ്ടത്. സോ ഈ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആക്കി നിങ്ങൾ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് 100% മാർക്ക് നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി ഞാൻ വിട പറയുന്നത്തേക്ക് താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. താങ്ക് യു.